രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം വീട്ടിൽ എത്തുന്നവരെ ഇവർ യൂറിൻ പാസ് ചെയ്യാതെ യൂറിൻ പിടിച്ചു വെക്കുകയാണ്. പലപ്പോഴും UTI എന്ന് പറയുന്നത് ആർക്കും വലിയൊരു സംഭവമല്ലാത്തൊരു അസുഖമായിട്ട് മാറിക്കഴിയാണ്. സെക്ഷൽ റിലേഷൻഷിപ്പിന് ശേഷം യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ നോർമലാണ് എന്നുള്ളൊരു കണ്ടീഷനാണ് പൊതുവെ ഒരു ധാരണ. പക്ഷെ അമ്മ പറയും അതൊക്കെ നോർമലാണ് മോളെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരിക്കലും നോർമലല്ല. ഇത് ഒരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോഴാണ് ചിലരെങ്കിലും റിയലൈസ് ചെയ്യുക ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്, എന്താ റീസൺ. പലർക്കും ഇതിൻ്റെ റീസൺസ് അറിയില്ല. അറിവില്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത്. കഴിഞ്ഞ ദിവസം OPയിൽ ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി വന്നു. UTI ആണ് പ്രശ്നം. കുട്ടിക്ക് UTI ഇടയ്ക്കിടയ്ക്ക് വരികയാണ്. ഒന്ന് വരും, മെഡിസിൻ കഴിക്കും, ആൻറ്റിബയോട്ടിക്സോ അങ്ങനെ എന്തെങ്കിലും എടുക്കും, അത് കഴിഞ്ഞ് അപ്പം മാറും, പിന്നീട് വീണ്ടും വരും. നമുക്കറിയാം ഈ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ ഈ ബാത്റൂം പോകാനുള്ളൊരു മടി കൊണ്ട് മൂത്രം പിടിച്ച് വെക്കുക, അതുപോലെ മൂത്രം ഒഴിക്കാൻ മുട്ടുമെന്ന് പേടിച്ചിട്ട് വെള്ളവും നല്ല രീതിയിൽ കുടിക്കില്ല. പിന്നെ ഈ മെൻസസിൻ്റെ സമയത്തൊക്കെ ഒരുപാട് നേരം പാഡ് വെക്കുക, ഇങ്ങനെയുള്ള ഈ ഹൈജീൻ്റെ ബുദ്ധിമുട്ടുകളും ഒക്കെ ഒരുപാടായിട്ട് വരുന്നുണ്ട്. ഇങ്ങനെ ഡോക്ടർക്ക് വല്ല കേസുകളും വന്നിട്ടുണ്ടോ? എനിക്കും ഈ സിമിലർ എക്സ്പീരിയൻസിലുള്ള ചെറിയ ചെറിയ കേസുകൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു 12 വയസ്സായ കുട്ടി ഇതേപോലെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനായിട്ട് വന്നു. ഞാനപ്പോൾ എന്താണ് ഇതിൻ്റെ റീസൺ, ഇതിൻ്റെ ബാക്കിലുള്ള റീസൺ എന്താണെന്ന് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ കുട്ടികൾ കറക്റ്റായിട്ടുള്ള ടൈമിൽ വെള്ളം കുടിക്കുന്നില്ല. പിന്നെ സ്കൂളിലായതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഒരുപാട് നേരം കുട്ടികൾ യൂറിൻ ഹോൾഡ് ചെയ്ത് പിടിക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരമൊക്കെ യൂറിൻ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മളെ ബ്ലാഡറിൻ്റെ കപ്പാസിറ്റിക്ക് ഒരു ഇഷ്യൂ വരികയും യൂറിൻ ശരിയായ രീതിയിൽ പോവാതെ വരികയും, അപ്പോൾ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് തന്നെയാണ് കാണുന്നത്. എനിക്ക് തോന്നുന്നു ഈ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ് പ്രധാന റീസൺ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ അറിവുകൾ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് സ്കൂളുകളിൽ നിന്നും ഒരു തയ്യാറെടുപ്പ് എടുക്കണമെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം വീടുകളിൽ ഇതിനെപ്പറ്റി എത്ര അറിയുമെന്ന് എനിക്കറിയില്ല. അതെ, വീടുകളിലും അറിയില്ല. കഴിഞ്ഞ ദിവസം വന്ന പേഷ്യൻ്റ് പറഞ്ഞ കാര്യം ഇതാണ്. പേഷ്യൻറ്റിനെ കൊണ്ടുവന്നത് നമ്മളുടെ ആ കുട്ടിയുടെ അമ്മയാണ്, 12 വയസ്സുകാരിയുടെ അമ്മയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്, അമ്മ എനിക്ക് അടിവയറ് വേദന ഇടയ്ക്കിടയ്ക്ക് ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് യൂറിൻ പോകുമ്പോൾ പുകച്ചിലും എരിച്ചിലൊക്കെ ഉണ്ട് എന്ന് ഈ കുട്ടി പറഞ്ഞിരുന്നു അമ്മയോട്. പക്ഷെ അമ്മ പറയും അതൊക്കെ നോർമലാണ് മോളെ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഇതൊരിക്കലും നോർമലല്ല. വെള്ളം കറക്റ്റായിട്ടുള്ള സമയത്തിന് കുടിക്കാത്തത് കൊണ്ടും അവിടുത്തെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ അമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മ ഇത് നോർമൽ എന്നുള്ളൊരു സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പോൾ അമ്മയ്ക്കും അറിയില്ല എന്താണ് അതിൻ്റെ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എപ്പോഴൊക്കെ വാഷ് ചെയ്യണം, എത്ര ടൈമിൽ യൂറിൻ പാസ് ചെയ്യണം, pH കൂടിയ കെമിക്കൽസൊക്കെ കൂടിയിട്ടുള്ള സോപ്പ് കാര്യങ്ങൾ ഉപയോഗിക്കുക, ഇത് അമ്മയ്ക്കും അറിയില്ല. അപ്പോൾ അറിവില്ലാത്തത് തന്നെയാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളിലേക്ക് കുട്ടികളെ കൊണ്ടുവരുന്നത്. അതെ, പറഞ്ഞു കൊടുക്കാൻ പാരൻസിനും അറിയില്ല. ഇപ്പോൾ എനിക്ക് തോന്നുകയാണെങ്കിൽ പാരൻസും ഇതേപോലെ സോപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ആഡിൽ കാണുന്ന ചില ഒരുപാട് കെമിക്കൽസ് അടങ്ങിയ സാധനങ്ങളാണല്ലോ നമുക്ക് കിട്ടുന്നത്. ഇങ്ങനെയുള്ള പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ പ്രൈവറ്റ് പാർട്സിലൊക്കെ യൂസ് ചെയ്യുന്നു, വാഷ് ചെയ്യുന്നതും അങ്ങനെ തന്നെ നമുക്കറിയാം ഡ്രൈനെസ് വല്ലാണ്ട് വരും. അപ്പോൾ തന്നെ നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്തും ഒക്കെ ചീത്ത ബാക്ടീരിയകൾ ഒരുപാട് കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇൻഫെക്ഷൻ വരുന്നത്. പ്രോപ്പറായിട്ട് മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പേരൻസിനും പ്രോപ്പറായിട്ടുള്ള ഒരു ഐഡിയ ഇല്ലാത്തതാണ് മെയിനായിട്ട് റീസൺ വരുന്നത്. വേറൊരു കേസ് പറയുകയാണെങ്കിൽ ഡോക്ടറെ, ഒരു 13 വയസ്സുള്ള ഒരു കുട്ടി വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടിക്കും സെയിം കംപ്ലൈൻറ്റ്, സിമിലർ കംപ്ലൈൻറ്റ്, അതായത് വയറുവേദനയുണ്ട്, ശക്തമായ വയറുവേദനയുണ്ട്, യൂറിൻ പോകുമ്പോൾ ബ്ലഡ് പോകുന്നു എന്നുള്ളൊരു കണ്ടീഷൻ വരെ എത്തി. ഇതിൻ്റെ അപ്പോഴും നമ്മൾ പേഷ്യൻറ്റിൻ്റെ അടുത്ത് കേസ് എടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ഈ മെൻസസിൻ്റെ ആദ്യഘട്ടങ്ങളിലൊക്കെ ഇവർക്ക് എങ്ങനെയാണ് സാനിറ്ററി പാഡിൻ്റെ ഉപയോഗം അല്ലെങ്കിൽ എത്ര സമയം ഇത് വെക്കണം എന്നുള്ളൊരു അറിവോ കാര്യങ്ങളോ ഒന്നുമില്ല. രാവിലെ സ്കൂളിൽ പോയാൽ വൈകുന്നേരം വീട്ടിൽ എത്തുന്നവരെ ഇവർ യൂറിൻ പാസ് ചെയ്യാതെ യൂറിൻ പിടിച്ച് വെക്കുകയാണ്. പ്രത്യേകിച്ച് ഈ മെൻസ്ട്രൽ ടൈമിലൊക്കെ, ഈ പീരീഡ്സിൻ്റെ ടൈമിൽ നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യാതെ യൂറിൻ പാസ് ചെയ്യാതെ അങ്ങനെ ഇരിക്കുമ്പോൾ അത് ശരിക്കും അവിടുത്തെ ഹൈജീനെ ബാധിക്കേണ്ട. ഈ ഈക്കോളെ പോലെയുള്ള ബാക്ടീരിയകൾ കൂടുതൽ ഗ്രോ ചെയ്യുന്നത് ഇത്തരം കണ്ടീഷൻസിലാണ്. അപ്പോൾ
ഇതും ഒരു റീസൺ തന്നെയാണ്. ഇത്തരത്തിലുള്ള പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹൈജീൻ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. ഡോക്ടർ എങ്ങനെയാണ്? അതേപോലെയാണ് കുറച്ച് പ്രായമായ സ്ത്രീകളിലാണ് കോമൺ ആയിട്ട്, പുരുഷന്മാരെക്കാൾ എത്രയോ കോമൺ ആണ് UTI സ്ത്രീകളിൽ. അത് പ്രായമായ സ്ത്രീകളിലും ഇതേപോലെ തന്നെയാണ്, പ്രോപ്പറായിട്ടുള്ളൊരു ഹൈജീൻ ഇല്ലാത്തത്. നമ്മൾ ഈ പാഡ് ഇതിപ്പോൾ കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആൾക്കാരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയാണ്. പ്രോപ്പറായിട്ട് ഹൈജീനെ പറ്റിയോ അല്ലെങ്കിൽ ഈ ഒരു മെൻസ്ട്രൽ ഹൈജീനെ പറ്റി കൂടുതൽ അറിയില്ല. അതുപോലെ ഈ സെക്ഷൽ ഹൈജീൻ ഇല്ലാത്തത്, പ്രോപ്പറായിട്ട് വാഷ് ചെയ്യാത്തത്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ലൈഫ് സ്റ്റൈലിൽ മിസ്റ്റേക്ക് വരുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ UTIയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ സെക്ഷുവൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തവരിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ അടിക്കടി കാണാറുണ്ട്. അവരത് നിസ്സാരമായിട്ടാണ് കാണുന്നത്. അത് നോർമലാണ്. സെക്ഷുവൽ റിലേഷൻഷിപ്പിന് ശേഷം അല്ലെങ്കിൽ കോണ്ടാക്റ്റിന് ശേഷം യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ നോർമലാണ് എന്നുള്ളൊരു കണ്ടീഷനാണ് പൊതുവെ ഒരു ധാരണ. സത്യത്തിൽ അതല്ല. നമ്മൾ ആ ടൈമിലും കോണ്ടാക്റ്റിന് ശേഷവും ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യണം, പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം. ഇനി എന്തെങ്കിലും അവിടെ ഇൻഫെക്ഷൻസോ കാര്യങ്ങളുണ്ടെങ്കിൽ ടെസ്റ്റുകൾ ചെയ്ത് കണ്ടുപിടിക്കണം. അല്ലെങ്കിൽ അടിവസ്ത്രം ഉപയോഗിക്കുമ്പോൾ വളരെ കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ. കൂടുതൽ ആൾക്കാരും ഈ ഫാൻസി ടൈപ്പ് കണ്ടിട്ട് നമ്മളെ വളരെ കളർഫുൾ ആയിട്ടുള്ളതും മെറ്റീരിയൽ ഒന്നും നോക്കാതെ പോളിസ്റ്റർ ടൈപ്പ് അങ്ങനെയുള്ള മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുന്നുണ്ട്. നമ്മൾ നല്ല രീതിയിലുള്ള നല്ല കോട്ടൻ്റെതോ ലൂസ് ആയിട്ടുള്ളതൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെയൊക്കെ നമുക്ക് കുറയ്ക്കാം. ബാക്കിയുള്ളത് നമ്മൾ ബാക്കി കാര്യങ്ങളിൽ ശ്രദ്ധിക്കണമെങ്കിൽ പോലും ഇതൊരു ഫാക്ടർ ആണല്ലോ. പിന്നെ നനവ് നിൽക്കുന്നത്, പ്രോപ്പറായിട്ട് വാഷ് ചെയ്ത ശേഷം നനവോടുകൂടി തന്നെ നമ്മൾ അവിടെ കീപ്പ് ചെയ്യുന്നതും ഒക്കെ ഇൻഫെക്ഷൻസ് കൂടുതൽ വളരാനും കൂടി കാരണമാകുന്നില്ല. ഈ മഴക്കാലൊക്കെ ആയി കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഇത് അടിവസ്ത്രം ശരിയായ രീതിയിൽ ഉണങ്ങാതെ ഇടുകയൊക്കെ ചെയ്യും. അപ്പോൾ അവിടെ റിംഗ് വേം ഇൻഫെക്ഷൻസും വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതിപ്പോൾ ഒരു വീട്ടിൽ ഒരാൾക്കല്ല, ഇപ്പൊ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവർക്കല്ല, അവരുടെ അമ്മയ്ക്കും അച്ഛനും ഫാമിലി മൊത്തം ഇത് പടരുകയാണ്. എനിക്ക് വേറെ അസുഖങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പെട്ടെന്ന് ഇത് വന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളെ OPയിലേക്ക് പേഷ്യൻസ് വരാറ്. പക്ഷെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, പെട്ടെന്ന് വന്നതല്ല, ഇതിനു മുൻപ് നിങ്ങൾക്ക് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വന്നിരിക്കാം, അത് നിങ്ങൾ ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. അപ്പോൾ ഇത് വളരെ ചെറിയ കാര്യമായിട്ടാണ്, നോർമലായിട്ടാണ് കാണുന്നത്. ഒരു ലാഘവമില്ലാതെ തന്നെയാണ് എല്ലാ പേഷ്യൻസും നോക്കി കാണുന്നത്. പക്ഷേ ഇത് വളരെ വലിയ രീതിയിലേക്ക് മാറും. പലപ്പോഴും UTI എന്ന് പറയുന്നത് ആർക്കും വലിയൊരു സംഭവമല്ലാത്തൊരു അസുഖമായിട്ട് മാറിക്കഴിയാണ്. UTI വരും, ആൻറ്റിബയോട്ടിക്സ് എടുക്കും, അത് മാറും, പിന്നെയും വരുമ്പോൾ ഇവരിത് പിന്നെ നോക്കുക, അങ്ങനെ മാറി. ഇത് ഒരുപാട് പ്രാവശ്യം ബുദ്ധിമുട്ട് ഉണ്ടാക്കുമ്പോഴാണ് ചിലരെങ്കിലും റിയലൈസ് ചെയ്യുക ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടയ്ക്ക് വരുന്നത്, എന്താ റീസൺ. പലർക്കും ഇതിൻ്റെ റീസൺസ് അറിയില്ല. ഈ ഹൈജീൻ മാത്രമല്ലാത്ത ഒരുപാട് റീസണുകളും ഉണ്ട്, പക്ഷെ പലരും ഇതൊന്നും ശ്രദ്ധിക്കാറില്ല. അതുപോലെ ഈ കോൺസ്റ്റിപ്പേഷൻ, മലബന്ധം ഉണ്ടാവുന്നതും ചിലരിലൊക്കെ ഈ UTI ഉണ്ടാക്കാനുള്ളൊരു സാധ്യതയുണ്ട്. പലപ്പോഴും നമ്മളിത് പറയുമ്പോൾ ആൾക്കാർക്ക് ഒരു അതിശയമാണ്. കാരണം നമ്മുടെ ഇൻറ്റസ്റ്റൈനിലുള്ള ഒരു പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഇല്ലാത്തത്, അതായത് നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ ബാക്ടീരിയകൾ കൂടിയാലും നമുക്ക് UTI ഉണ്ടാവാമല്ലോ. അപ്പോൾ ഇതൊന്നും ആരും അങ്ങനെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ്. ഞാൻ എൻ്റെ കേസ് എടുക്കുമ്പോൾ ഞാൻ രോഗികളോട് ചോദിക്കും, നിങ്ങൾക്ക് മലബന്ധം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് മലബന്ധം ഉണ്ടായിരുന്നോ? അപ്പോൾ അവർ അതിശയത്തോടെയാണ് എന്നോട് ചോദിക്കുന്നത്, ഡോക്ടറെ ഞങ്ങൾക്ക് UTI ആണ്, നിങ്ങൾ പറയുന്ന പോലെ മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടുകളൊന്നും അതിനല്ല ഞങ്ങളിപ്പോൾ ഇവിടെ വന്നത്. അപ്പോൾ ഞാൻ പറയും, എനിക്ക് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്, മലബന്ധം എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട് ചാൻസ് ഉണ്ടെന്നുള്ളത് അവരെ അറിയിക്കാറുണ്ട് ഞാൻ. അപ്പോൾ ഇവർക്കിത് വിശ്വസിക്കാനായിട്ട് പറ്റാറില്ല. അത് എനിക്കും വളരെ പുതിയൊരു അറിവാണ്, എന്തുകൊണ്ട് ഇത് വിശ്വസിക്കുന്നില്ല എന്നുള്ളത്. പക്ഷെ അത് കറക്റ്റായിട്ട് നമ്മളെ ഇൻറ്റസ്റ്റൈനിൽ കുടലിലുള്ള കുറേ മെക്കാനിസംസ് ഇതിനൊക്കെ നമ്മളെ ബാധിക്കുന്നുണ്ട് യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ. നമ്മുടെ ഇൻറ്റസ്റ്റൈനിൽ നല്ല ബാക്ടീരിയകൾ ഒരുപാടുണ്ട്, പക്ഷേ അത് കടന്ന് നമുക്ക് ചീത്ത ബാക്ടീരിയകൾ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ മൂത്രനാളിയിലേക്കും ഒക്കെ കടന്ന് വന്നിട്ട് നമുക്ക് അവിടെയും ഇൻഫെക്ഷൻ ഉണ്ടാവും എന്നുള്ള കാര്യം അത് പലരും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. വളരെയധികം അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പൊതുവെ ഈ സ്ത്രീകളിൽ, ഉറപ്പായിട്ടും സ്ത്രീകളിലാണല്ലോ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കാണാറ്. അപ്പം എപ്പോഴും സ്ത്രീകൾ മൂത്രനാളിൻ്റെ നീളം വളരെ കുറവാണ്. അപ്പോൾ അവരിടയ്ക്കിടയ്ക്ക് ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ വരുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് മാത്രം വരുന്ന ഡോക്ടറെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്ക് മൂത്രനാളിയുടെ നീളം കുറവായതുകൊണ്ടും അതേപോലെ തന്നെ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടുമാണ്
ഇത്തരത്തിലുള്ള pH കൂടിയ സോപ്പൊക്കെ ഒരുപാട് ഉപയോഗിക്കും. ഇത് അവിടെ വജൈനൽ ഡ്രൈനെസ് ഉണ്ടാകും, അല്ലെങ്കിൽ മൂത്രനാളിയുടെ ഉള്ളിലേക്ക് ഒരുപാട് വെള്ളം പ്രഷറൈസ് ചെയ്ത് കഴുകുന്ന ആൾക്കാരെയൊക്കെ എനിക്ക് രോഗികളായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതും അവിടുത്തെ സ്ട്രക്ചറിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ടൊരു പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇത് നിയന്ത്രിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇന്നത്തെ കാലത്ത് ആർക്കും ഇപ്പോഴും ഇതിനെ പറ്റിയിട്ട് ഒരു അറിവില്ല എന്നുള്ളത് ശരിക്കും അതൊരു അതിശയിപ്പിക്കും. കാരണം ഇപ്പോൾ എല്ലാവർക്കും നമുക്കിപ്പോൾ OP-ൽ വരുന്ന പേഷ്യൻസിന് തന്നെ രോഗത്തിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ടാവും. ഈവൻ നമ്മളെ മെഡിസിൻസ് വരെ അവർക്ക് അറിയുന്നുണ്ടെങ്കിൽ പോലും ഇങ്ങനെയുള്ള ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പലർക്കും ഇപ്പോഴും അതിനെപ്പറ്റി കൂടുതൽ അറിവോ അല്ലെങ്കിൽ ഇപ്പോൾ ഈവൻ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും അതിനെപ്പറ്റി അറിയുന്നില്ല എന്നുള്ളത് ഒരു ഭയങ്കര സത്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ശ്രദ്ധിക്കാതെ പോയാൽ വളരെ വലിയ വലിയ അസുഖങ്ങളിലേക്ക് പോവുകയും അല്ലെങ്കിൽ കുടൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിലേക്ക് പോവുകയൊക്കെ ചെയ്യാറുണ്ട്. ഇത് ശ്രദ്ധിക്കാതെ വിടുന്നത് വളരെ മോശം. വേറൊരു വെയർഡായിട്ടുള്ള ഒരു കേസ് ഞാൻ കണ്ടു ഡോക്ടറെ. ഈ സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷം കോണ്ടം യൂസ് ചെയ്യുന്നവരിൽ ഈ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട്. കോണ്ടത്തിൻ്റെ എന്തെങ്കിലും അലർജി ആയിരിക്കാം അത് എന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പോൾ അത്തരക്കാരാണെങ്കിലും നിങ്ങൾക്ക് എന്ത് കണ്ടൻ്റാണ് അലർജി എന്നുള്ളതൊന്ന് പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പരിധി വരെ അത് കുറയ്ക്കാനായിട്ട് പറ്റും. അതിൻ്റെ പേരിൽ സെക്സിനോട് പോലും താല്പര്യമില്ലാത്ത അവസ്ഥയിലേക്ക് കുറേ രോഗികൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അതെനിക്ക് ഭയങ്കര വേർഡായിട്ട് തോന്നി. ഇതെന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല, എന്തുകൊണ്ട് ഇത് പുറം ലോകം അറിയുന്നില്ല എന്നൊക്കെ എനിക്ക് തോന്നി. പലർക്കും ഉള്ളിലുണ്ടാവും, ചിലപ്പോൾ പലരും നേരിടുന്ന പ്രശ്നമായിരിക്കും. ഇത് ഡിസ്കസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ പലരും അറിയാതെ പോകുന്നുണ്ട്. നോർമൽ ബേസിക് ആയിട്ടുള്ള ഹൈജീൻ, അതായത് വാഷ് ചെയ്യുന്ന കാര്യമായിക്കോട്ടെ, ഈ കോട്ടൻ്റെ നമ്മളെ കോട്ടൻ്റെ അടിവസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നതായിക്കോട്ടെ, pH കൂടിയ സോപ്പ് ഉപയോഗിക്കാതിരിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ബേസിക്കാണ്. ഈ ബേസിക് കാര്യങ്ങൾ പോലും ഇവർ പുറത്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പ്രൈവറ്റ് പാർട്ട് ആയതുകൊണ്ടാവാം. അപ്പോൾ എന്തായാലും ഈ കോണ്ടം സെക്ഷൽ കോണ്ടാക്റ്റിന് ശേഷമുള്ള പ്രശ്നങ്ങൾ അതൊന്നും ഒരിക്കലും പറയില്ല. പക്ഷേ ഇതൊക്കെ പറയേണ്ടതാണ്. ഇത് പറയുമ്പോൾ തന്നെയാണ് ഓരോരുത്തരും അവർക്കും ഞങ്ങൾക്കും ഇന്ന ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാറ്. UTI എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു അസുഖമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. UTI എന്ന് പറയുമ്പോൾ ജനനം തുടങ്ങി അവസാനം വരെ പോലെ നമ്മള് പ്രായമായി കഴിഞ്ഞാലും അവർക്ക് ഈ മെൻസസ് നിൽക്കുന്നതിൻ്റെ ഇതായിട്ട് ഹോർമോൺസ് ഈസ്ട്രജൻ്റെ അളവൊക്കെ കുറയുന്നത് കൊണ്ടും ഡ്രൈനെസ് നല്ല രീതിയിൽ വരിക, അതുപോലെ അതുകൊണ്ട് തന്നെ അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടിയിട്ട് ഇൻഫെക്ഷൻ ഉണ്ടാവുക, അങ്ങനെയുള്ള ഒരു സാഹചര്യമുണ്ട്. തീർച്ചയായും. അതേപോലെ എടുത്തു പറയേണ്ടതാണ് പ്രമേഹ രോഗികളുടെ മൂത്രാശയാണുബാധ. പ്രമേഹ രോഗികൾക്ക് ഇത് കൂടുതലായിരിക്കും. അവര് കണ്ടിന്യൂസ് ഷുഗർ കണ്ടന്റ് ബോഡിയിൽ അധികം ഉള്ളതുകൊണ്ട് ബാക്ടീരിയ ഗ്രോത്ത് കൂടും. അതേപോലെ അവർ കഴിക്കുന്ന മരുന്നുകളിൽ എന്തെല്ലാം കണ്ടന്റ് ആണെന്ന് രോഗികൾക്ക് അറിയാറില്ല. അപ്പോൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കാലങ്ങളായിട്ട് എന്നോ പ്രിസ്ക്രൈബ് ചെയ്ത മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികളുണ്ട്. അതെ, ഇപ്പോൾ അത് ഡയബറ്റീസ് മാത്രമല്ല, ഓൾമോസ്റ്റ് ഇങ്ങനെയുള്ള ഈ ജീവിതശൈലി രോഗങ്ങൾ, തൈറോയിഡിന് പോലും ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള പ്രിസ്ക്രിപ്ഷൻ വെച്ചിട്ടാണ് ഇടയ്ക്കൊന്ന് ബ്ലഡ് പോലും ടെസ്റ്റ് മെഡിസിൻസ് എടുക്കുന്നത്. ഈ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ യൂറിൻ കൾച്ചറും യൂറിൻ റുട്ടീനൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എന്നാൽ ഇതൊന്നും ചെയ്യാതെ തന്നെ ഇത്ര കാലമായിട്ട് എന്നോ കുറിച്ച് വെച്ച പ്രിസ്ക്രിപ്ഷനിൽ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. ഇടയ്ക്കെങ്കിലും ഒന്ന് ഡോക്ടറെ കണ്ട് ഇതിന്റെ ഡയറ്റ് എന്താ, അല്ലെങ്കിൽ ഇതിന്റെ മരുന്ന് മാറ്റേണ്ട സമയമായോ, അല്ലെങ്കിൽ മരുന്നിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കഴിക്കണോ, മരുന്നിന്റെ അളവ് കുറയ്ക്കേണ്ട കേസുകളുണ്ട്. അപ്പോൾ ഇത്തരം കേസുകൾ ശ്രദ്ധിക്കാതെ പോകുമ്പോൾ ക്രിയാറ്റിനും കൂടി വരാറുണ്ട്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ബാക്ടീരിയൽ ഗ്രോത്ത് കൂടുതലായിട്ട് കാണും ഇത്തരം കേസുകളിൽ. ഇതൊക്കെ വളരെയധികം നിസ്സാരമായിട്ട് കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഇത് ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമായിട്ട് മാറുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അതേപോലെ യൂറിക് ആസിഡ്, ഡോക്ടർക്ക് ഒരു കേസ് വന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതെ, യൂറിക് ആസിഡിൻ്റെ പ്രശ്നമുള്ളവർക്ക് UTI വരാനുള്ള ഒരു സാധ്യത ഉണ്ട്. അതേപോലെയാണ് കിഡ്നി സ്റ്റോണ്. ഈ കിഡ്നി സ്റ്റോണ് ഉണ്ടെങ്കിലും നമുക്ക് UTI ഉണ്ടാവുക. അതുപോലെ തന്നെ UTI വഴി കിഡ്നി സ്റ്റോണിലുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ ഇതൊന്നും പ്രോപ്പറായിട്ട് ആരും ചെക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ ശ്രദ്ധിക്കാതെ പോകുന്നത് കൊണ്ട് വളരെ കോംപ്ലിക്കേഷൻ. പലരും വളരെ ലാഘവത്തോടെയാണ് ഈ മൂത്രാശയാണുബാധ എടുക്കുന്നത്. ഒരു UTI അല്ലേ, ആൻറ്റിബയോട്ടിക്സ് കഴിച്ചു കഴിഞ്ഞാൽ ശരിയാകും എന്നുള്ളൊരു ധാരണ പലർക്കും ഉണ്ട്. പക്ഷേ ഇത് ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ
വളരെ ഇതിന്റെ പിന്നിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. നമ്മളെപ്പോഴും റീസൺസ് ആണ് ചെക്ക് ചെയ്യേണ്ടതും ട്രീറ്റ് കാരണങ്ങൾ ചെയ്യേണ്ടതും. കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാന്നുള്ളത്, നമ്മളൊരു UTI വരിക, ആൻറ്റിബയോട്ടിക് എടുക്കുക, മാറും, പിന്നെ വരാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ള അതിൻ്റെ റീസൺ എന്താണെന്ന് കണ്ടുപിടിക്കാതെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ. ഒരു സൈക്കിൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുമ്പോൾ മാത്രമാണ് ഇവരൊന്ന് ശ്രദ്ധിക്കുന്നത്, ഇത്ര നാളായിട്ടും ഇതെന്താ മാറാത്തത് എന്നൊക്കെ ഉള്ളൊരു ശ്രദ്ധ വരുന്നത് കണ്ടിന്യൂസ് ഒരു 3 months ഒക്കെ UTI വരുമ്പോഴാണ്. വിശ്വസിക്കാൻ പറ്റുമോ? പ്രഗ്നൻസി ടൈമിലൊക്കെ ചിലവർ പ്രഗ്നൻസി ആണെന്ന് അറിയാറില്ല, UTI കേസായിരിക്കും, അത് UTIയുടെ സിംറ്റം ആണെന്ന് പറഞ്ഞിട്ട് അടിവയറ് വേദന, പുറം കഴപ്പ്, അതുപോലെ തന്നെ ഛർദി, ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ ഇവർ UTI ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, അതുകൊണ്ട് ഇത് അങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അവർ ശ്രദ്ധിക്കാറില്ല. പിന്നെ എപ്പോഴെങ്കിലും OP-യിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് സജസ്റ്റ് ചെയ്യുകയാണ്, ഒന്ന് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്ന് പറയുമ്പോൾ അയ്യോ ഡോക്ടർ ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു. അപ്പോൾ ഇത് മാറിപ്പോകുന്നുണ്ട്. UTIയും അല്ല പ്രഗ്നൻസിയുടെ ഫസ്റ്റ് സിംറ്റംസ് ആണല്ലോ ഇതൊക്കെ, ഈ പുറം വേദനയും ഇതൊക്കെ. അപ്പോൾ ഇവരിത് ശ്രദ്ധിക്കാതെ അവർ ആ ഒരു പാർട്ട് തന്നെ രണ്ടും ഒന്നാണ് എന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ വരുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. അപ്പോൾ പ്രോപ്പറായിട്ട് ഇതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഇത്രയ്ക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇന്നത്തെ ഈ ഒരു സമൂഹത്തിലും ഇന്നത്തെ ജനറേഷനിലും ആൾക്കാർ ഇതെന്തുകൊണ്ട് ശ്രദ്ധിക്കാതിരിക്കുന്നു, അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇതിനെ പറ്റിയുള്ള അവയർനെസ് കിട്ടാതെ പോകുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ വളരെ ഒരു ആശ്ചര്യം തോന്നുന്നുണ്ട്. അതേപോലെയാണ് നമ്മൾ എപ്പോഴും പറയും സ്ത്രീകളിലാണ് കൂടുതൽ എങ്കിൽ പോലും ഈ പ്രായമായ പുരുഷന്മാരിലും കുറച്ച് കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ച് പ്രായമാവുമ്പോൾ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് BPH എന്നുള്ള കണ്ടീഷനൊക്കെ ഉണ്ടാകുമ്പോൾ അതിനോടനുബന്ധിച്ച് യൂറിൻ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റാത്തൊരവസ്ഥ, ചിലവർക്ക് സ്ട്രെയിൻ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ കൂടെ ഇങ്ങനെ UTIൻ്റെ ബുദ്ധിമുട്ടുകൾ, അതേപോലെ കിഡ്നി സ്റ്റോൺ ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കണ്ടുവരാറുണ്ട് വളരെ. ഈ വയസ്സായ ആളുകൾ എടുക്കുകയാണെങ്കിൽ മൂത്രം ശരിയായ രീതിയിൽ പോകുന്നില്ല, ഇറ്റിറ്റ് പോകുന്നു, മൂത്രം ഒഴിക്കുമ്പോൾ വേദന അനുഭവപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട്. ബിനൈൻ പ്രോസ്റ്റേറ്റ് ഹൈപ്പർപ്ലേഷിയാണ് അതിന് മെയിനായിട്ടുള്ളൊരു കാരണം. അപ്പോൾ ഇത്തരക്കാരിലും യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ നോക്കിക്കഴിഞ്ഞാൽ പസൽസ് എപ്പോഴും കൂടുതലായിരിക്കും. അതെ അതെ, ബാക്ടീരിയൽ ഒരു ഇൻഫെക്ഷൻ്റെ അളവ് എപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും. എപ്പോഴും കാണാം ഈ കോളൈ പ്രസൻറ്റ്, ഇൻഫെക്ഷൻ പോസിറ്റീവ് എന്നുള്ള ഒരു സംഭവം എപ്പോഴും കാണാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നമ്മൾ ഒരിക്കലും പുരുഷന്മാരെ തള്ളിപ്പറയല്ല, അവർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. നമ്മൾ ഈ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഈ ശ്രദ്ധ അവരിലേക്ക് എത്തുന്നില്ല, ഞങ്ങൾക്കും ഉണ്ട് ഇത്തരം ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതും സംഭവിക്കുന്നുണ്ട്. അതേപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് ഡോക്ടറെ, നമ്മളെപ്പോഴും എല്ലാ അസുഖത്തിനും കോമൺ ആയിട്ട് പറയുന്ന ഒരു റീസണാണ് ഇപ്പോഴത്തെ ജീവിതശൈലി, എക്സസൈസ് ഇല്ലാത്തത്, പ്രോപ്പറായിട്ട് ഉറങ്ങാത്തത്, സ്ട്രെസ്, മാനസിക സമ്മർദ്ദം. അതെ, നമ്മൾ എന്ത് അസുഖം എടുത്താലും ഇപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ റീസൺ പറയുന്നതാണ് ഇതൊക്കെ. UTIക്കും ഇതൊക്കെ ഒരു റീസൺ ആണ്. പക്ഷെ പലരും ചിലപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ഇവർക്ക് ഈ പറയുന്നത് സെയിം ആണല്ലോ എന്നുള്ളത് ഉണ്ടാവാം. പക്ഷെ അതൊരു സത്യമാണ്. നമ്മളിപ്പോഴത്തെ ജീവിതശൈലി എന്ന് പറയുന്നത് നമുക്ക് എല്ലാ അസുഖങ്ങൾക്കും എല്ലാ അസുഖങ്ങൾ വരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉള്ള ഒരു ജീവിതശൈലിയാണ് ഇന്നത്തെ ജനറേഷൻ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്ട്രെസ്സ് വളരെ വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ ഇവർ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോൾ OP-യിൽ വരുമ്പോൾ പേഷ്യൻസിനോട് ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ടോ, നിങ്ങൾ എന്തെങ്കിലും മാനസികപരമായിട്ടുള്ള സമ്മർദ്ദത്തിലാണോ? അവർ വിചാരിക്കുന്നുണ്ടാകും UTI ആയി വന്നിട്ട് ഈ സ്ട്രെസ്സും UTIയും തമ്മിൽ എന്താണ് ബന്ധമെന്ന്. പക്ഷേ ഉറപ്പായിട്ടും 1% അതിലും ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇതിൽ കുറേ അതിൻ്റെ ബാക്കിൽ ഒരുപാട് റീസൺസ് ഉണ്ട്. പലർക്കും ഉറക്കമില്ലാത്ത പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. നമുക്ക് പ്രോപ്പറായിട്ട് സ്ലീപ്പ് ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ ഹോൾ ബോഡീനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പലരും ഉറക്കത്തിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഭക്ഷണം ശ്രദ്ധിച്ചാൽ ഭക്ഷണത്തെക്കാളും നമുക്ക് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഉറക്കം എന്ന് പറയുന്നത്. ഉറക്കമില്ലാതായ നമ്മൾ എൻ്റെ മെറ്റബോളിസം തന്നെ മാറിപ്പോകും. അപ്പോൾ അത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ ഇന്നത്തെ ജനറേഷൻ. ചില ആൾക്കാരുണ്ട്, അവർക്ക് അറിയാം ഉറക്കം ഇല്ലെങ്കിൽ ശരിയാവില്ല എന്ന് അറിഞ്ഞാൽ പോലും അവർക്ക് ഉറങ്ങാനായിട്ടുള്ളൊരു സമയം അവർ അതിനായിട്ട് മാറ്റി വെക്കുന്നില്ല എന്നുള്ളതാണ്. കുട്ടികളിൽ ഇത് വളരെയധികം കൂടുതലായിട്ട് കാണാറുണ്ട്. ഫോണെല്ലാം യൂസ് ചെയ്ത് മൊബൈൽ അഡിക്ഷൻ ഇതിലൊക്കെ ഏർപ്പെട്ടിട്ട് ഇവർക്കായ ഒരു ഉറക്കത്തിൻ്റെ സ്ലീപ്പ് സൈക്കിൾ തന്നെ മാറി. 12 മണി 1 മണിയൊക്കെയാണ് ഇവരുടെ ടൈം. രാവിലെ എഴുന്നേറ്റ് പോകാൻ നേരത്താണെങ്കിലോ ഇവർക്ക് ഭയങ്കര ഒരു ഹറിബറി ആയിരിക്കും, ഒരു ആൻറ്റിസിപ്പേറ്ററി. ഡേ ടൈം ഫുള്ള് അതിൻ്റെ ഒരു ക്ഷീണമായിരിക്കും. പിന്നെ അവർക്ക് ബ്രെയിൻ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യാതിരിക്കുകയും അതേപോലെ തന്നെ പ്രോപ്പർ ടൈമിൽ വെള്ളം കുടിക്കണമെന്നുള്ളൊരു
അത് കുട്ടികൾ കൂടുതലും കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും കാര്യത്തിൽ ബിസി ആയി കഴിയുമ്പോൾ ഇവർക്ക് വെള്ളം കുടിക്കാനുള്ള ആ ചിന്ത അവർ മറന്നു പോവുകയാണ്. ഇപ്പോൾ കളിക്കാനുള്ള തിരക്കാണെങ്കിലും ഫോണാണോ അല്ലെങ്കിൽ ടി വിയോ എന്താണെങ്കിൽ പോലും ഈ ബിസിയിൽ അവർ ബിസിയാണ്, അതിൽ കളിക്കുന്നതിലും ഒക്കെ ബിസിയാണ്. നമ്മളൊക്കെ ഇന്നത്തെ നമ്മൾക്കൊക്കെ വേറെ ബിസിയും കാര്യങ്ങളൊക്കെ വരുമ്പോ കുട്ടികൾക്ക് ബിസിയാണ് അവരുടെ ലൈഫില് ബിസി. അവർക്ക് വെള്ളം കുടിക്കാൻ സമയമില്ല, ഭക്ഷണം കഴിക്കാൻ സമയമില്ല, ബാത്റൂം പോകാൻ സമയമില്ല. അതെ അതെ, രാവിലെ ടോയ്ലറ്റിൽ പോവാതെ സ്കൂളിൽ പോവാന്നുള്ളൊരു ഹാബിറ്റ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് അവർക്ക് ടൈമില്ല. രാത്രി ഉറങ്ങുന്നത് ലേറ്റ് ആയിട്ടാണല്ലോ, അപ്പോൾ എഴുന്നേൽക്കുന്നതും വളരെയധികം ലേറ്റ് ആയിട്ടായിരിക്കും. അപ്പോൾ അവരെ എൻ്റെ ഷെഡ്യൂളും അങ്ങോട്ട് തെറ്റും. അങ്ങനെ തെറ്റുമ്പോൾ ഇവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ബ്രെയിനൊരു ഒരു സ്റ്റക്ക് വരെയാണ്. വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ളതിൽ ബ്രെയിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാത്തതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പോൾ വെള്ളം കുടിക്കണോ, ഫുഡ് കഴിക്കണോ, ഇതൊന്നുമല്ല അവരുടെ മൈൻഡിൽ. ആരെങ്കിലും നിർബന്ധിച്ചാൽ ചെയ്യും എന്നല്ലാതെ. അല്ല ഡോക്ടറെ, ഇത് കുട്ടികളിൽ മാത്രമല്ല, ഈ സെഡൻഡറി ലൈഫ് സ്റ്റൈല് മുതിർന്നവരും പ്രൊഫഷണൽസ് ഇവര് ഒരുപാട് നേരം ബിസി ലൈഫ് ഷെഡ്യൂള് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത് വളരെയധികം ഇന്ന് കാണാറുണ്ട്. അപ്പോൾ ഇവരൊക്കെ എന്താ ചെയ്യുക, യൂറിൻ കുറേ നേരം ഹോൾഡ് ചെയ്ത് വെക്കുക. വർക്കാണ് മെയിൻ. പക്ഷെ ഇവരുടെ ഹെൽത്ത് ഇവിടെ സ്പോയിൽ ആവാണ്, അല്ലെങ്കിൽ ഹെൽത്ത് അവർ റിയലൈസ് ചെയ്യുന്നില്ല. ഇതൊക്കെ മെയിനായിട്ടുള്ള തെറ്റുകൾ തന്നെയാണ്. അതേപോലെ അമിതമായിട്ട് കാപ്പി കണ്ടിട്ടില്ലേ, കോഫി, ഉറക്കം ഇല്ലെങ്കിൽ കോഫി, ഉറക്കം വന്നാൽ കോഫി, ഉറക്കം കളയാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ശീലം. വിശന്നാൽ ദാഹിച്ചാലും കോഫി അല്ലെങ്കിൽ ചായ, ഇതാണ് കൂടുതലായിട്ടും കഴിക്കുന്നത്. കോഫി, ചായ, പിന്നെ സ്പ്രൈറ്റ്, കൊക്കക്കോള. ദാഹം മാറുന്നില്ല, വെള്ളം കുടിച്ചാൽ ദാഹം മാറുന്നില്ല എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് കൂടുതലായിട്ടും കുടിക്കുന്നത്. ഇത്തരത്തില് സോഫ്റ്റ് ഡ്രിങ്ക്സും ഇങ്ങനത്തെ കാര്യങ്ങൾ, കഫേൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് വാട്ടർ കണ്ടന്റ് ഉണ്ടല്ലോ, അതെ, വെള്ളം ഏതെങ്കിലും രൂപത്തിൽ പല അമ്മമാരും നമ്മൾ ഒപിയിൽ വരും പറയാറുണ്ട്, ഏതെങ്കിലും രീതിയെ പാല് കുടിക്കാറുണ്ടോന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കോഫി ആയിട്ട് കൊടുക്കാറുണ്ട്, ഏതെങ്കിലും രീതിയെ കുടിക്കുന്നുണ്ടല്ലോ എന്ന്. അപ്പം ഞാനിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ കഴിക്കാറുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഈ കുട്ടിക്ക് ചിലപ്പോൾ കൊക്കക്കോള, സ്പ്രൈറ്റ്, ഇങ്ങനത്തെ സോഫ്റ്റ് ഡ്രിങ്ക്സ് ആണ് ഡെയിലി ലൈഫിൽ കൊടുക്കുന്നവരുണ്ട്. ഡോക്ടർക്ക് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഡെയിലി ലൈഫിൽ അങ്ങനെയെങ്കിലും വാട്ടർ കണ്ടന്റ്. അത് മാത്രല്ല, വെള്ളം കുടിച്ചാൽ ദാഹം മാറാത്തൊരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ. വെള്ളം കുടിച്ചാൽ എനിക്ക് ദാഹം മാറുന്നില്ല, എനിക്ക് ഇതേ പറ്റുള്ളൂ. അതുപോലെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ദഹനം പ്രോപ്പർ നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നത്. അത് ശരിയാണ്. കോൺസ്റ്റിപ്പേഷൻ കേസുകളിലൊക്കെ മരുന്ന് കഴിക്കുന്നതിലും അല്ലെങ്കിൽ അതിന്റെ കാരണം കണ്ടെത്താതെ സോഫ്റ്റ് ഡ്രിങ്ക്സ് കൊടുത്തിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെക്കാനിസം കാണാറുണ്ട്. ഇതൊക്കെ എവിടെ നിന്നാണ് ഐഡിയ കിട്ടുന്നതെന്ന് നമുക്കറിയില്ല. ഇതൊക്കെ മൂത്രാശയാണുബാധേനയിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ശ്രദ്ധിക്കുന്നുണ്ടാവില്ല, എന്നാൽ അതിലേക്കാണ് ലീഡ് ചെയ്യുന്നത്. ഈ മാനസിക സമ്മർദ്ദം ആയിക്കോട്ടെ, ഉറക്കക്കുറവായിക്കോട്ടെ, ഭക്ഷണ രീതി ശരിയാവാമില്ലാത്തത്, വ്യായാമമില്ലാത്തതൊക്കെ ഒരു മെയിനായിട്ട് വരുന്നൊരു കാരണം തന്നെയാണ്. ഇപ്പോൾ കല്ല്, ഈ യൂറിനറി സ്റ്റോണുള്ള കേസിൽ വളരെയധികം അവിടുത്തെ ബ്ലാഡറും അല്ലെങ്കിൽ അവിടുത്തെ വെയിൻസും ഒക്കെ ആയിട്ട് ഒരു പ്രഷർ ഉണ്ടാവും. ഈ പ്രഷർ കൂടുമ്പോൾ യൂറിൻ ശരിയായ രീതിയിൽ പോവാതിരിക്കും. അപ്പോൾ ഫസ്റ്റത്തെ ഒരു ഘട്ടത്തിലൊക്കെ ശരിയായ രീതിയിൽ പോവാതിരിക്കും. പിന്നെ പോകാൻ തുടങ്ങുമ്പോൾ അതിൻ്റെ കൂടെ ബ്ലഡ് മിക്സായിട്ട് പോകും. അപ്പോൾ പലപ്പോഴും പല പേഷ്യൻസും ഡോക്ടറെ എനിക്ക് ക്യാൻസർ ആണെന്നുള്ള രീതിയിലാണ്, ബ്ലഡ് കണ്ടാൽ അപ്പോൾ ക്യാൻസർ ആണെന്നാണ് എല്ലാവരും സ്ഥിരീകരിക്കുന്നത്. അതേപോലെ ചിലവരിൽ ഒരു സിംറ്റം ഉണ്ടാവില്ല, റാൻഡംലി അവർ യൂറിൻ ചെക്ക് ചെയ്യും, അപ്പോഴൊക്കെയാണ് അറിയുന്നത്. ഒരു സിംറ്റം ഉണ്ടാവാറില്ല യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാവില്ല. അവർ എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്ന ഒരു സ്കീം ഉണ്ടല്ലോ ഇപ്പോൾ, ഒരു ഹെൽത്ത് പ്ലാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു പ്ലാനിലാണ് അല്ലെങ്കിൽ ആ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോഴാണ് ഇവർ അറിയുന്നത് പസൽസ് പോസിറ്റീവ് ആണല്ലോ, അതേപോലെ ഇൻഫെക്ഷൻ ഉണ്ടല്ലോ ഡോക്ടറെ, അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്, ഈ കോളെ കാണുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അപ്പോഴാണ്. അപ്പോൾ സിംറ്റംസ് ഇല്ലാതെയും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാകാം. അപ്പോൾ അത്തരക്കാർ എന്തെങ്കിലും മരുന്ന് കഴിക്കുന്നുണ്ടോ, പ്രമേഹത്തിൻ്റെയോ അല്ലെങ്കിൽ പ്രഷറിൻ്റെയോ മരുന്നുകളൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ഒരു 6 months ഒക്കെ കൂടുമ്പോൾ യൂറിൻ ചെക്ക് ചെയ്തതുകൊണ്ട് തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. സാധാരണയായിട്ട് കൂടുതലും ആൾക്കാർ വരുന്നത് മൂത്രമൊഴിക്കാൻ നേരത്തുള്ള ഒരു പുകച്ചിൽ അല്ലെങ്കിൽ ബാക്ക് പെയിൻ പറയാറുണ്ട്. വളരെ അധികമായിട്ടുള്ള ഒരു
കഠിനമായിട്ടുള്ള നടുവേദന, അതുപോലെ അടിവയറ്റിലുള്ള വേദനകൾ, പറഞ്ഞ പോലെ ചിലപ്പോൾ മൂത്രം ഒഴിക്കുന്നതിന് മുന്നേ ആയിട്ടോ അല്ലെങ്കിൽ കഴിഞ്ഞിട്ടോ ഒക്കെയുള്ള അതികഠിനമായിട്ടുള്ള ഒരു എരിച്ചിൽ പോലെയുള്ള ബുദ്ധിമുട്ടുകൾ. പിന്നെ അത് നല്ല ഭീകരമായിട്ടുള്ള പനി ഉണ്ടെങ്കിലോ മൂത്രത്തിൽ രക്തം കാണുകയൊക്കെ ആണെങ്കിലോ നമ്മൾ എന്തായാലും ഒരു കൂടുതലായിട്ടുള്ള ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഈ പനി വരാനും കടുത്ത പനി വരാനും യൂറിനിൽ ബ്ലഡ് കാണാനും ഒക്കെ വരെ കാത്തു നിൽക്കും. അതെ അതെ. അപ്പം മാത്രമാണ് അയ്യോ എനിക്ക് എന്താ പറ്റിയേ എന്നുള്ളൊരു സംഗതിയിൽ നമ്മളെ ഒ പിയിലേക്ക് എത്തുന്നത്. അതുവരെ ചെറിയ ചെറിയ സിംറ്റംസ്, ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അതേപോലെ മൂത്രം ഒഴിക്കുമ്പോൾ ചൊറിച്ചിൽ, അതുപോലെ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ മൂത്രം പോയതിന് ശേഷം ഒരുപാട് നേരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും മൂത്രം ഒഴിക്കാനുള്ള ഒരു ടെൻഡൻസി. ഇതൊക്കെ അവിടുത്തെ മസിൽസിന് എന്താണ് സപ്പോർട്ട് ഇല്ലാഞ്ഞിട്ടും അല്ലെങ്കിൽ ആ മസിൽസിന്റെ ആരോഗ്യക്കുറവാണ് നമ്മളവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊന്നും ആരും ശ്രദ്ധിക്കാറില്ല എന്നുള്ളതാണ് സത്യം. ഈ ഏതൊക്കെ രീതിയിൽ ഇത് കുറയ്ക്കാം, നമ്മളെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവില്ലേ? വീടുകളിൽ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഇന്നർ വയേഴ്സ്, ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ തുള്ളിയായി മൂത്രം പോകുന്ന ബുദ്ധിമുട്ട്, ഡ്രിബ്ലിംഗ് ഓഫ് യൂറിൻ ഒക്കെ ഉണ്ടാവുന്ന ആ ഒരു കണ്ടീഷനിൽ എപ്പോഴും നമ്മുടെ പാൻറ്റീസിലൊക്കെ ആ യൂറിൻ കണ്ടൻറ്റ് ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാവുമ്പോൾ അത് പ്രോപ്പറായിട്ട് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. നല്ല രീതിയിൽ വാഷ് ചെയ്തിട്ട് വെയിലുള്ള സമയമാണെങ്കിൽ വെയിലത്തിട്ട് ഉണക്കുക, അല്ലെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം, നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. നനവോടെ യൂസ് ചെയ്യാണ്ടിരിക്കുക, പ്രത്യേകിച്ച് ഇന്നർ ഗാർമെൻറ്റ്സ് നനവോടെ യൂസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ എപ്പോഴും നമ്മൾ പറയാറുള്ള പോലെ തന്നെ പ്രൈവറ്റ് പാർട്സ് കൂടുതൽ വൃത്തിയായിട്ട് വെക്കുക. കൂടുതൽ ഉള്ളതും അധികമായിട്ട് pH ഉള്ളതൊന്നും പ്രോഡക്റ്റ്സ് യൂസ് ചെയ്യാതെ മൈൽഡായിട്ടുള്ളത് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സാധാരണ നമ്മളെ നോർമൽ വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഡ്രൈ ആക്കി വെക്കുക. കൂടുതലും പ്രൈവറ്റ് പാർട്സിൽ ഈർപ്പം നിൽക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ വെള്ളം കുടിക്കുക. വെള്ളം കുടിക്കേണ്ടത് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള പറയണ ഒരു കാര്യം, വെള്ളം കുടിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് പേരും വെള്ളം ഒറ്റയടിക്ക് ഒരുപാട് വെള്ളം കുടിക്കും. അതും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഓരോ ശരീരഘടനയ്ക്ക് അനുസരിച്ചിട്ട് വെള്ളം ആവശ്യാനുസരണം കുടിക്കുക എന്നുള്ളത് ദിവസവും ഒരു 2 മുതൽ 3 ലിറ്റർ വരെ വെള്ളം നിർബന്ധമായിട്ട്. ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങള്, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. ശരീരം എപ്പോഴും കൂളാക്കി വെക്കുക. ഫ്രൂട്ട്സ് ഒക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ, ഈ ഓറഞ്ച്, സിട്രസ് പോലുള്ള ഫുഡുകളൊക്കെ മീൻസ് അത്തരം ഫ്രൂട്ട്സ് ഒക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി കുറച്ച് ഹീറ്റ് കണ്ടീഷനിൽ നിന്ന് ഒരിത്തിരി കൂളിംഗ് എഫക്റ്റ് ഉണ്ടാകും. അപ്പോൾ അത്തരത്തിലുള്ള ഭക്ഷണ ശൈലികളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരു പരിധി വരെ ഇത് നമുക്ക് നിർത്താം. പിന്നെ എടുത്ത് പറയേണ്ടത്, ഒരുപാട് നേരം മൂത്രം പിടിച്ചു വെക്കാതിരിക്കുക. ഇതിപ്പോൾ സ്കൂളിലായിക്കോട്ടെ, ഓഫീസിലായിക്കോട്ടെ, ഇപ്പോൾ യാത്രയിലായിക്കോട്ടെ, അത് ഒരുപാട് നേരം പിടിച്ചു വെക്കാതിരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അതേപോലെ മെൻസ്ട്രൽ ഹൈജീൻ ഫോളോ ചെയ്യുക, സെക്ഷൽ ഹൈജീൻ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് പലർക്കും ഈ നമ്മളെ ശരീരത്തിലുള്ള ബാക്ടീരിയകൾ തന്നെ ഇപ്പോൾ വല്ലാണ്ട്, ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ആൻറ്റിബയോട്ടിക്സിനോട് ബാക്ടീരിയാസ് ഒരു പ്രൊട്ടക്ഷൻ നേടിയിട്ടുണ്ട്. ഇവർ എന്നിട്ട് ബാക്ടീരിയാസ് എന്ത് പറയും, ബാക്ടീരിയാസിലേക്ക് ഇപ്പോൾ ആൻറ്റിബയോട്ടിക്സ് ഒന്നും വരെ ഏക്കാത്തൊരവസ്ഥയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ UTI വന്ന് ബയോട്ടിക്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ആ ലക്ഷണങ്ങൾ പോവുക എന്നല്ലാണ്ട് ഇതിനെ പ്രോപ്പറായിട്ട് നശിപ്പിക്കാൻ പറ്റുന്നില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുടലിൻ്റെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്കും നമുക്ക് ഈ IBS ഉണ്ടാവാൻ സിബോ എന്നുള്ളൊരു കണ്ടീഷൻ കൂടി കാരണമാവുന്നുണ്ട്. ചെറുകുടലിലുള്ള ചീത്ത ബാക്ടീരിയ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അമിതമായിട്ട് അത് ഗ്രോ ആവുന്നത് നമ്മൾ കൂടുതലായിട്ടും ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതുപോലെ കോൺസ്റ്റിപ്പേഷൻ നമ്മൾ പറഞ്ഞ പോലെ ഇങ്ങനെയുള്ള റീസണുകളൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഈ റീസണിന് ട്രീറ്റ്മെൻറ്റ് എടുത്താൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ UTI പോലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ കഴിയുമെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഭവ്യ. കുറേ പേഷ്യൻസ് കോൺസ്റ്റിപ്പേഷൻ വരുമ്പോൾ തന്നെ ഒരുപാട് ഫ്രൂട്ട്സ് കഴിക്കുക, അല്ലെങ്കിൽ ഇലക്കറികൾ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക, അല്ലെങ്കിൽ അങ്ങനെ രാത്രി പാല് കുടിക്കുക, ഇത്തരം അവസ്ഥകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സിബോ പോലുള്ള കണ്ടീഷൻസ് വരുമ്പോൾ അത് എവിടെയും എപ്പോഴും വർക്കൗട്ട് ആവാറില്ല.
അതെ. അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നമുക്കൊരു അസുഖം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കണ്ടീഷൻ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രോപ്പറായിട്ട് അതിന്റെ റീസൺ എന്താ എന്നുള്ളത് അറിയുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും ഡോക്ടറോട് ചോദിച്ച് തന്നെ അത് മനസ്സിലാക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. റീസൺ അറിഞ്ഞതിന് ശേഷം മാത്രം ട്രീറ്റ്മെന്റ് എടുക്കുക. നമ്മൾ സെൽഫ് മെഡിക്കേഷൻ സ്വയമായിട്ട് ഒരു കാര്യം ഫോളോ ചെയ്യാണ്ടിരിക്കുക. ഇന്നത്തെ കാലത്ത് ഗൂഗിള് വളരെയധികം വിശാലമായിട്ട് കിടക്കുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ChatGPT പോലുള്ള പ്ലാറ്റ്ഫോമുകൾ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും അതിൽ ചെക്ക് ചെയ്തിട്ടായിരിക്കും വരുന്നത്. നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യാൻ ഇവർക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ശരിക്കും ഡോക്ടർ വേണ്ട എന്നുള്ളൊരവസ്ഥയാണ് കണ്ടുവരുന്നത്. പക്ഷെ ഇത് വളരെ ക്രൂഷ്യലായിട്ട്, അല്ലെങ്കിൽ ഒരു അസുഖത്തിൻ്റെ ലാസ്റ്റ് സ്റ്റേജിൽ എത്തുമ്പോഴായിരിക്കും ഡോക്ടറിൻ്റെ ആവശ്യം അവർക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ അത് എത്തിക്കാതിരിക്കാൻ പ്രോപ്പറായിട്ട് ഡോക്ടറെ കണ്ട് നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മരുന്നുകൾ എടുക്കുക, അതേപോലെ ഡോക്ടർ നിർദ്ദേശത്തിനനുസരിച്ച് ഡയറ്റ് ഫോളോ ചെയ്യുക. ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എല്ലാം ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അല്ലാതെ നമ്മൾ ഇപ്പോൾ ഒരു അസുഖത്തിന് ഇപ്പം നമുക്ക് ഇഷ്ടംപോലെ ഇത് കിട്ടും. എന്തെങ്കിലും ഒരു അസുഖത്തിന് എന്തെങ്കിലും ഒരു മാനേജ്മെന്റ് പോലെ നമുക്ക് ഉള്ളിലേക്ക് കഴിക്കാനും എല്ലാവർക്കും വർക്കൗട്ട് ആവണമെന്നില്ല. പിന്നെ നമ്മൾ റീസൺ അറിയാന്നുള്ളത് ഞാൻ പല സ്ത്രീകളും കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പല രോഗികളും കണ്ടിട്ടുണ്ട്. ഞാൻ ഇന്ന വെള്ളം കുടിച്ചു, ഇന്നത് മാറാൻ വേണ്ടിയിട്ട് ഇത് ചെയ്തപ്പോൾ എനിക്ക് മാറി, എനിക്ക് നല്ല റിസൾട്ട് കിട്ടി, അപ്പൊ നിങ്ങളും ചെയ്തോ അങ്ങനെ പറയാറുണ്ട്. പക്ഷെ ഇത് വേറൊരാൾക്ക് ഇത് ടോട്ടലി വർക്കൗട്ട് ആവുന്നില്ല. മാത്രമല്ല, വർക്കൗട്ട് ആവാത്തത് മാത്രമല്ല, ചിലപ്പോൾ ആ ഒരു സെയിം ഇതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കാനുള്ള വേറെ തന്നെ ഒരു അസുഖത്തിലേക്ക് പോവാൻ അത് വഴിയൊരുക്കാം. നമ്മൾ ഇന്ന് UTI പറ്റിയും അത് ആവർത്തിച്ച് വരുന്നതിനുള്ള കുറച്ച് കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തു. ഇനി എന്തെങ്കിലും സംശയങ്ങൾക്കോ നിങ്ങൾക്ക് ഫോണിലൂടെയോ അല്ലെങ്കിൽ നേരിട്ടോ എത്തി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ഡോക്ടർ ഭവ്യ, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്. ഞാൻ ഡോക്ടർ ശ്രീലക്ഷ്മി, സീനിയർ കൺസൾട്ടൻറ്റ്, ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല, നടക്കാവ്, കോഴിക്കോട്.